ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കാസ് സുവിശേഷം 11:1. കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിൽ പ്രചോദിതരായി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യേശുവിനെ കണ്ടു വളർന്ന ശിഷ്യന്മാർ തങ്ങളെയും പഠിപ്പിക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി യേശുവിനെ സമീപിക്കുന്ന ഭാഗമാണിത്. സ്നേഹമുള്ളവരെ, പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തി കേവലം തിളങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ മാത്രമാണ്. പ്രാർത്ഥന കൂടാതെ അവരുടെ പ്രവർത്തന മേഖലയിൽ, അവരുടെ ശുശ്രൂഷാ മേഖലയിൽ അധികകാലം പിടിച്ചു നിൽക്കാൻ അവർക്കാകില്ല. എഫേസോസ് 6:12 ഇപ്രകാരം അരുളി ചെയ്യുന്നു: എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രബുദ്ധങ്ങൾക്കും ആധിപത്യത്തിനും അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെയുമാണ് പടവെട്ടുന്നത്. നാം പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാ ജീവിതമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. സ്നേഹപിതാവായ നല്ല തമ്പുരാനെ, പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനെന്ന് അരുളി ചെയ്ത നല്ല തമ്പുരാനെ, പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ആമേൻ.